മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 70 ദിവസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി ഗുണമേന്മ ബോധ്യപ്പെടുത്താനായുള്ള മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. ടൗൺഷിപ്പിലേക്കുള്ള 3 റോഡുകളുടെ പണിയും ആരംഭിച്ചു. നവംബർ മാസത്തോടെ വീടുകൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള വീടിന്റെ മാതൃകാ വീട് 70-ാം നാളിൽ പൂർത്തിയാകും. മാതൃകാ വീടായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുന്ന ആദ്യ വീടിന്റെ പ്രവൃത്തി ആരംഭിച്ചു. 70 ദിവസങ്ങൾക്കുള്ളിൽ പണി പൂർത്തിയാക്കി ഗുണമേന്മ ബോധ്യപ്പെടുത്താനായി വീട് പ്രദർശിപ്പിക്കും. അടിത്തറയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് മാതൃകാ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിലായി 1000 ചതുരശ്ര അടിയിൽ ക്ലസ്റ്ററുകളായാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ശുചിമുറിയോട് ചേർന്നുള്ള പ്രധാന മുറി, 2 മുറികൾ, സിറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് ഉൾപ്പെടുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പ്രതിരോധിക്കും വിധമാണ് ടൗൺഷിപ്പിലെ വീടുകൾ രൂപകൽപ്പന ചെയ്തത്. സർവേ പൂർത്തിയാക്കിയ പോയിന്റുകൾ കിഫ്കോൺ അധികൃതർ പരിശോധിച്ചു. 3 വീടുകളുടെ പ്ലോട്ടിംഗ് കഴിഞ്ഞു. 4 ഖനനയന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്ലോട്ടുകളായി തിരിക്കുന്നത്. നിലവിൽ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ പണികൾ പൂർത്തിയായിട്ടുണ്ട്. 40 തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതോടൊപ്പം കെട്ടിട നിർമ്മാണ പ്രവൃത്തികളും തുടങ്ങി. ടൗൺഷിപ്പിലേക്കുള്ള റോഡിനായി അനുമതി ലഭിച്ചാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും റോഡിനായുള്ള മാർക്കിംഗ് നടത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നവംബർ മാസത്തോടെ വീടുകളുടെ പണി പൂർത്തിയാക്കണമെന്നാണ് ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, വയനാട്.